സാരി ഡ്രസ്സിന്റെ തന്നെ മെയിൻ ഒരു സ്പോട്ടിലാണല്ലോ അവിടെ സാരിന്റെ സെക്ഷൻ. സാരിന്റെ സെക്ഷനിൽ സാരി എങ്ങനെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സാരി നമുക്ക് നോർമലി 99 രൂപയാണ് സ്റ്റാർട്ട്. 99 രൂപ മുതൽ സാരിയോ? 99 രൂപ ഏതാ സാരി ഉള്ളത്? 99 രൂപ മുതൽ കേട്ടോ സാരികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എത്ര രൂപന്റെ വരെയുള്ള കളക്ഷൻസ് ഉണ്ട്? നമുക്കൊരു 3000-4000 രൂപ വരെ പിടിച്ചു. 3000-4000 രൂപന്റെ ഉള്ളിലുള്ള കളക്ഷൻസ് വരുന്നുണ്ട്. അതിലെന്നെ ഇപ്പൊ എല്ലാ മോഡൽസിലും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് മോഡൽസ് ഒക്കെ കാണിച്ചു കൊടുക്കാം അല്ലേ? കുറച്ച് മോഡൽ ഇപ്പൊ കറന്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് കാണും. ഇത് നമ്മുടെ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ അതായത് പ്രിന്റഡ് സാരിയാണ് നമുക്ക് വരുന്നത്. ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ബ്ലൗസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ബ്ലൗസ് ഇല്ലാത്ത ടൈപ്പാണ്? വിത്ത് ബ്ലൗസ് ആണ് ഇത് വരുന്നത്. അതെ, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ സാരിന്റെ ഡിസൈൻ വരുന്നത്. ഇതൊക്കെ നമുക്ക് കാഷ്വൽ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ്. മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ അല്ലേ? തമിഴ്നാട്ടിലൊക്കെ ഇതിന് പൂനം സാരി എന്നൊക്കെ പറയും. പ്രിന്റഡ് സാരിയാണ് ഇത്. പക്ഷെ നമുക്ക് കവറിൽ വരുന്നത് ഇതുപോലെയാണ് കാറ്റലോഗ് നമുക്ക് കിട്ടുന്നത്. ഇത്ര ഇതുപോലെയാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. പാക്കിംഗ് വിത്ത് കാറ്റലോഗ് വിത്ത് നല്ല സുന്ദരമായിട്ടൊരു പാക്കിംഗ്. സിംഗിൾ പീസ് അല്ല. സിംഗിൾ പീസിന് വേണ്ടി ആരും വിളിക്കരുത്. 8, 10, 12, 24, 48 അങ്ങനെ ക്വാണ്ടിറ്റിയിലാണ് ഇതിന്റെ പ്രോഡക്റ്റ് വരുന്നത്. കാരണം ഇതെല്ലാം ഡെയിലി വെയർ കളക്ഷൻ ആണ്. ഇത് ക്വാണ്ടിറ്റി മിനിമം 8 പീസെങ്കിലും എടുക്കണം. അങ്ങനെയാണ് വരുന്നത്. നമുക്ക് കോട്ടൺ സിൽക്കാണ് വരുന്നത്. കോട്ടൺ സിൽക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ നാട്ടില് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. മുന്താണിയാണ് വരുന്നത്. അതാണ് മുന്താണി. അതെ, ചെറിയ ബോർഡർ ആണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നല്ലപോലെ പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കസ്റ്റമേഴ്സ് ഇത് കോട്ടൺ സിൽക്ക് ചോദിക്കുന്നതാണ്. കാരണം എല്ലാ സീസണിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഏത് വിന്റർ ആണെങ്കിലും സമ്മർ ആണെങ്കിലും നമുക്കൊരു 300 പിടിച്ചു. 300 രൂപ നല്ല ഭംഗിയുള്ള കുറച്ച് സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുണ്ടല്ലോ, കല്ലും വർക്ക് ഒക്കെ വരുന്ന. ഇത് സ്റ്റോൺ വർക്കിനകത്ത് നമ്മുടെ ഖാദി കോട്ടൺ അല്ലേ? ഓക്കെ, ഖാദി കോട്ടൺ നമുക്ക് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചു. നല്ല ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. സാരി എല്ലാം മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. സാരിന്റെ മാനുഫാക്ചറിങ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരടുത്ത് എത്രതിലധികം കളക്ഷൻസ് വരുന്ന സാരിയിൽ തന്നെ. സാരി തന്നെ നമുക്ക് മെറ്റീരിയലാണ്, ഡിപ്പെൻസ് ഓൺ ദ മെറ്റീരിയൽ. നമുക്ക് സിൽക്ക്, കോട്ടൺ, ഫാൻസി ആൻഡ് പ്രിന്റഡ് ഇത്രയും കളക്ഷൻ ആണ് ചെയ്യുന്നത്. അതിനകത്ത് ഒരുപാട് ഡിസൈൻ ഉണ്ട്. ഇത് അതിന്റെ ബ്ലൗസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതെ, ബ്ലൗസ് ഏത് സാരിക്കും നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ബ്ലൗസ് പീസും കൂടി 630 മീറ്റർ ആണ് എല്ലാ സാരിയും വരുന്നത്. 630 മീറ്റർ. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ലിനൻ കോട്ടൺ ആണ്. ഈ ഒരു മെറ്റീരിയലിന്റെ പേര് വരുന്നത് കലങ്കാരി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. കലങ്കാരി ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. ഡിസൈൻസിനൊക്കെ ഓരോ പേരുണ്ടല്ലേ? ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ള് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. പ്യുവർ മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട്. അധികം വർക്കൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതും 630 മീറ്റർ ആണ്. ഇതൊക്കെ നമ്മളെ എന്റെ ഉമ്മക്ക് കല്യാണത്തിനൊക്കെ അധികം വിയർ ചെയ്യുന്ന കാറാണ്. ഇത് ഏത് ടൈപ്പിലാണ് വരുന്നത്? സോഫ്റ്റ് സിൽക്ക് ആണ് വരുന്നത്. സോഫ്റ്റ് സിൽക്ക് അധികം നമ്മുടെ നാട്ടിലൊക്കെ ബ്രൈഡിനൊക്കെ അധികം ആൾക്കാർ ബ്രൈഡിന്റെ കൂടെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ട് വിയർ ചെയ്യുന്ന കാറാണ്. എസ്പെഷ്യലി മലബാർ ഏരിയയിലൊക്കെ കൂടുതലായിട്ട് വിയർ ചെയ്യുന്ന ഒരു ടൈപ്പിൽ ഒന്നാണ്. ഫുള്ള് ജെറിയാണ് വെക്കുന്നത്. ഇത് പ്രിന്റഡ് അല്ല, ഒറിജിനൽ ജെറിയാണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഒറിജിനൽ ജെറിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് മാനുഫാക്ചറിങ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ഡിസൈൻസിലൊക്കെ നല്ല ക്വാളിറ്റി, നല്ല കളക്ഷൻസ് ആണ് എല്ലാം വരുന്നത്. അതെ, ഈ ടൈപ്പ് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇതും സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത്. നല്ല ഡിസൈൻ കേട്ടോ. നല്ല കളർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു യുണീക്ക് ഡിസൈനും ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതും ഈ പറഞ്ഞതുപോലെ നല്ല ഒരു വർക്ക് വരുന്നുണ്ട്. അതെ, അകവും പുറം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രിന്റ് അല്ല, ജെറിയായിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ. ഇതെല്ലാം എന്താ പറയുന്നത് 350 കോട്ടൺ ഒക്കെ 350 ഈ എമൗണ്ട് വരുന്നുള്ളൂ. നമുക്കൊരു സാരി ബിസിനസ് ഒക്കെ തുടങ്ങുകയാണെങ്കിൽ ഇതൊക്കെ എന്തായാലും ഒരു 1500 2000 ഒക്കെ എന്തായാലും നാട്ടിൽ പോവാം. ഇത് ബനാറസിൽ വരുന്നല്ലേ? ബനാറസിൽ സോഫ്റ്റ് ഭംഗിയുള്ള ബനാറസ് ഭയങ്കര ഡിമാൻഡ് മനസ്സിലാവും. ക്വാളിറ്റി അല്ലേ? ബനാറസ് ഭയങ്കര ഡിമാൻഡുള്ള ഒരു സാരികളിൽ ഒന്നാണ്. ഏത് സീസണിലും ഡിമാൻഡ് ഉള്ളതാണ്. കാരണം ഇത് ബ്രൈഡൽ വെയറും പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കുന്ന കളക്ഷൻ ആണ്. ഇതൊക്കെ എങ്ങനെ ബനാറസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ബനാറസിൽ നമുക്കൊരു 600-700 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് ബനാറസിൽ. പ്യുവർ മെറ്റീരിയൽ, പ്യുവർ ആയിട്ടുള്ള. അല്ലാതെ നമുക്ക് സിൽക്ക് സാരി എന്ന് പറഞ്ഞാൽ 300 രൂപയാണ് സ്റ്റാർട്ടിങ്. അതന്നെ വേറൊരു മോഡൽ അല്ലേ? അതെ, അതിനകത്ത് വേറൊരു മോഡലാണിത്. ഡിസൈൻസ് നോക്കി ജസ്റ്റ് ഞാൻ വിയർ ചെയ്ത് കാണിച്ചത്. ഡിസൈൻസ് കണ്ടോ? നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇതിന്റെ ഇത് കാണാൻ വേണ്ടി പറ്റും. അത്രയും ബ്യൂട്ടിഫുൾ. ഇതൊക്കെ വൈറൽ കളക്ഷൻ ആണ്. ഒരുപാട് നല്ല ഭംഗിയുള്ള കളേഴ്സ് അല്ലേ വരുന്നത് അല്ലേ? ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതും ഒരു കോട്ടണിനകത്തുള്ളൊരു ഡിസൈനാണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം സെഗ്മെന്റിലുള്ള കളക്ഷനാണിത്. ഇതിനകത്ത് പാർട്ടി വെയറിലാണ് വരുന്നത്. ഇതിപ്പോൾ ഈ കാണിക്കുന്ന എല്ലാം പുതിയ ഡിസൈനാണ്. ഇന്നത്തെ മാർക്കറ്റിലുള്ള
ഇപ്പൊ നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന കളക്ഷൻസ് ആണ് എല്ലാം. ഇതെല്ലാം കോട്ടൺ സെഗ്മെന്റിലുള്ള കളക്ഷനാണ് ഇപ്പോൾ കാണിച്ചതെല്ലാം. ത്രെഡ് വർക്ക് വിത്ത് സിറോസ്കി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈൻ, യൂണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്, മാർക്കറ്റിൽ വേറെ എങ്ങും കിട്ടത്തില്ല. ഓക്കെ, ഇതും ഇതേപോലെ തന്നെ കുറച്ച് ഫാൻസി, പക്ക ഫാൻസി സാരി അല്ലേ? അതെ, പക്ക ഫാൻസി സാരിയാണ് വരുന്നത്. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, കുറെ പ്രിന്റിൽ വരുന്ന. അതെ, നല്ല ഭംഗിയുള്ള അല്ലേ ഡിസൈൻസ് എല്ലാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ കസ്റ്റമറിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. ബ്ലൗസ് ഒക്കെ അതിന്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ബ്ലൗസ് പീസ് ആണ് ഇത് വരുന്നത്. അതെ, കാണുന്നത് ബ്ലൗസ് പീസാണ്. ഇത് സ്പേസ് സിൽക്ക് എന്നൊക്കെ പറയുന്ന കളക്ഷനാണ്. സ്പേസ് സിൽക്ക് അല്ലേ? അതെ, നമ്മുടെ നാട്ടിലും തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് പേര് പറയുന്ന ഒരു കളക്ഷനാണ്. ഈ കാണിച്ചതെല്ലാം ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള കളേഴ്സ്. ഇതിനകത്ത് ഒരുപാട് ഡിസൈൻ ഉണ്ട്. ഇപ്പം നമ്മുടെ കുറച്ച് കളക്ഷൻസ് മാത്രം നമ്മൾ കാണിച്ചിട്ടുള്ളൂ, കാരണം നമുക്ക് ടൈമിങ്ങിന്റെ ഒരു ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഡയറക്റ്റ് വന്ന് നോക്കുകയാണെങ്കിൽ അല്ലേ ഒരുപാട് കളക്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. കുർത്തിയുടെയും സാരിയുടെയും കളക്ഷന് വേണ്ടി മാത്രം നിങ്ങൾ 2 ദിവസം ഇവിടെ നിന്നാലേ എല്ലാം കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, അതാണ് മെയിൻ. നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഡിസൈൻസ് എല്ലാം കാണാൻ. നല്ല യൂണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ്, വേറെ എങ്ങും കിട്ടാത്ത ഡിസൈനാണ് സൈഡ് ഡ്രസ്സസ് കിട്ടുന്നത്. അതാണ് മെയിൻ അല്ലേ? പക്ക ഫാൻസി പ്യുവർ പാർട്ടിയാണ്. ബ്രൈഡിനൊക്കെ ഇടാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈൻസിൽ വരുന്നത്. ഇതിന്റെ ഡിസൈൻസ് കണ്ടാൽ തന്നെ മനസ്സിലായി. ഞാൻ ജസ്റ്റ് വിയർ ചെയ്ത് ഓക്കെ. ഇത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയല്ലോ, നല്ല ഭംഗിയുള്ള. അവിടെ നമ്മൾ അങ്ങനെ അധികം കാണാത്ത ടൈപ്പിലല്ലേ? ബ്ലാക്കിൽ വരുന്നതാണോ? കറാച്ചി ഡിസൈൻ എന്നൊക്കെ പറയുന്നത്. കറാച്ചി ഡിസൈൻ ഒരു ഡിസൈനിന്റെ പേര് വരുന്നത്. ഫുള്ള് ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ത്രെഡ് വർക്ക്. അതെ, ഫുള്ള് ത്രെഡ് വർക്ക്. നൂലുകൊണ്ടുള്ള ഒരു വർക്കിൽ വരുന്നത്. കുറച്ച് സ്റ്റോണും ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? മെയിൻ ആയിട്ട് കാണിക്കുന്ന ബോക്സ് സാരി അല്ലേ? ബോക്സിനകത്ത് നമുക്ക് കുറഞ്ഞ റേറ്റിൽ ബോക്സ് സാരിന്റെ ഒരു ഡിഫറൻസ് എന്താണ്? ഈ സാരി കമ്പയർ ചെയ്യുമ്പോൾ ബോക്സ് സാരിക്ക് ബോക്സ് സാരി ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഒരു 200 രൂപയുടെ സാരി ഇതിനകത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 500 രൂപയ്ക്ക് സെയിൽ ചെയ്യാം. ബോക്സ് എന്ന് പറഞ്ഞത് ബ്രാൻഡാണ് കാണിക്കുന്നത്. കാണിക്കുമ്പോൾ ഒരു ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓപ്പൺ ചെയ്യാമല്ലോ, പിന്നെന്താണ്. നമുക്കിത് ജെറി സാരി, അതിന്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഇത് ഈ സാരി ഏതാണെന്നുള്ളതിന് ജസ്റ്റ് ഇതിന്റെ ഫോട്ടോ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക്, അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലേ? അതെ, ബ്ലൗസ് നോക്കിയോളൂ, നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് അല്ലേ? നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് ഇതിന്റെ കളർ വരുന്നത്. കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് ഗോൾഡിന്റെ സാരി പ്ലസ് ഗോൾഡിന്റെ ബ്ലൗസ്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. ഇതിനകത്ത് നമുക്ക് ഒരു 100+ ഡിസൈൻസ് കിട്ടുന്നതാണ്. ഓക്കെ, അതായത് സാരി സിമ്പിളും ബ്ലൗസ് കുറച്ച് വർക്ക് ഹെവി ആയിട്ടുള്ള ഡിസൈൻസ് ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം എടുത്ത് കാണിക്കുന്നില്ല. ഇത് കുറച്ച് ഭംഗിയുള്ള അല്ലേ? നല്ല വെയിറ്റ് വരുന്നുണ്ട്. അത് ഒന്നാമത് പറഞ്ഞാൽ ഹാൻഡ് വർക്ക് ആണ്. അത് മാത്രമല്ല ഹാൻഡ് വർക്ക് ആണ്. പലർക്കും ഇത് ഡൗട്ട് ഉണ്ട്. ഹാൻഡ് വർക്ക് കൈകൊണ്ട് ചെയ്യുന്നതാണ്. ഈ ഒരു സാരി തന്നെ ഒരു മിനിമം 15 ദിവസം കൊണ്ടാണ് ഇത് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യുന്നവർ വിചാരിക്കും. അത് മാത്രമല്ല അധികം ആൾക്കാർക്ക് ഡിമാൻഡുമാണ് ഈ ഹാൻഡ് വർക്ക്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് ഉണ്ട്. എന്നാൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്ന പൈസക്ക് കിട്ടുന്ന അല്ലേ നല്ല നല്ല ഭംഗിയുള്ള കളറും അല്ലേ? നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറാണ്. അതെ, പീച്ച് കളറാണ്, നല്ല ഡാർക്ക് പീച്ച് ആണ് വരുന്നത്. പിന്നെ മുമ്പേ കാണിച്ചതിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് ത്രെഡ് വർക്ക് വിത്ത് സ്റ്റോൺ അല്ലേ? ഓക്കെ ഓക്കെ, നല്ല ഭംഗിയുള്ള എല്ലാം പാർട്ടി വെയർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇത്. ഇതില് സംഭവം സെന്ററിലല്ലേ അടിവശത്തും അതേപോലെ തന്നെ മോൾ വശത്തുമായിട്ട് വർക്ക് വരുന്നത് അല്ലേ? സെന്ററിൽ പ്ലെയിൻ ആയിട്ട് വരുന്നത്. അതിന്റെ ബ്ലൗസ് പീസ് കുറച്ച് ഹെവി ആണ് കേട്ടോ. വെൽവെറ്റ് ആണ്. വെൽവെറ്റ് ആണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് പീസ് കുറച്ച് ഹെവി ആയിട്ട് വരുന്നത്. നല്ല ഭംഗിയുള്ള. अभी करवाऊंगा, मैं जा ही रहा हूँ. कल की रिपोर्ट निकालूंगा और मैं चला जाऊंगा शादी के लिए. मैं वही हो रहा हूँ, ठीक है? कल तो पूरा छुट्टी लूंगा मैं गर्लफ्रेंड को देखने जाऊंगा, मिलने. പ്രിൻസ് ബ്രോ, ഈ സാരി എടുക്കാൻ വരുന്ന ആൾക്കാരോട് എന്തൊക്കെ പറയാനുള്ളത്? എന്തൊക്കെയാണ് ഡെലിവറി കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് വരുന്നത്, ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു. സാരി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് എല്ലാം വരുന്നത് പാഴ്സലാണ്. അതായത് ഒരു പാഴ്സലിനകത്ത് 4 പീസ് 6 പീസ് 8 പീസ് അങ്ങനെ ക്വാണ്ടിറ്റിയിലാണ് വരുന്നത്. 4 പീസ് തൊട്ടിട്ടാണ് സാരികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ഡെയിലി വെയറിനകത്ത് ഒരു 300-നകത്തുള്ള കളക്ഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി വൈസ് ആണ് വരുന്നത്. 40 പീസ് 80 പീസ് 100 പീസ് അങ്ങനെ എടുക്കണം. അതിന് മേലോട്ടുള്ള സാരികളിൽ ഈ പറഞ്ഞ പോലെ 4 പീസ് 6 പീസ് 8 പീസിന്റെ ബണ്ടിലാണ് വരുന്നത്. ഓൾ ഓവർ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് വഴിയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ കൊറിയർ വഴിയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുമ്പോൾ ഈ ഫുൾ ആയിട്ടാണ് വരുന്നത്. നമ്മളെ സാധനം കിട്ടിയിട്ടല്ലോ, നമ്മളൊരു എമൗണ്ട് അല്ല കുറച്ച് അല്ല. അപ്പൊ നിങ്ങൾ 10,000 എടുക്കണേ, അതിന്റെ 50%. ഇപ്പൊ ഇതുപോലെ ഒരു പാഴ്സൽ ആയിരിക്കും പോകുന്നത്. ഈ ഒരു പാഴ്സൽ പോകുമ്പോഴത്തേന് നിങ്ങളിത് ഫുൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാൻ പറഞ്ഞാൽ കൊറിയർ സർവീസുകാർ അത് ഫുള്ള് കൊടുക്കാറില്ല. കാരണം കസ്റ്റമേഴ്സ് ബൈ ചാൻസ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ
അവർക്ക് നമുക്കാണ് അതിന്റെ എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ കമ്പനി അതിന് റെസ്പോൺസിബിലിറ്റി ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഒരു ബിൽ എമൗണ്ടിൽ നിന്ന് ഒരു കുറഞ്ഞ ഒരു 25% അഡ്വാൻസ് നമ്മൾ പേയ്മെന്റ് വാങ്ങുന്നുണ്ട്. ബാക്കി എമൗണ്ട് ഡെലിവറി കിട്ടുമ്പോൾ കൊടുത്താൽ മതി. അതായത് ഈ അഡ്വാൻസ് ചെയ്യുന്ന എമൗണ്ട് മൈനസ് ചെയ്തിട്ട് അവിടെ പേയ്മെന്റ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ നമുക്കിപ്പോ GCC ഡെലിവറി അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വേൾഡ് വൈഡ്, അതായത് മൊത്തത്തിലല്ലേ, ഫുള്ളായിട്ടല്ലേ, ഏത് നാട്ടിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് സാധനം കിട്ടും. എത്ര ഡ്യൂറേഷൻ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കളക്ഷൻസ് കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. ഇവിടെ പ്രിൻസ് ബ്രോ ഉണ്ട്, നിങ്ങൾ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യും. മലയാളി സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മലയാളി കസ്റ്റമേഴ്സിനെ അല്ലേ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സാരിന്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എല്ലാ കച്ചവടങ്ങളും കാര്യങ്ങളെല്ലാം സെറ്റ് ആവട്ടെ. നമ്മുടെ മലയാളീസ് ഒരുപാട് വന്ന് പർച്ചേസ് ചെയ്യട്ടെ. നമ്മൾ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യണേ. വേറെ എന്തെങ്കിലും അഡീഷണലി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മിസ് ബ്രോന് പറയാം. മലയാളികൾ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് കാണുന്നവർ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കാരണം ഞാൻ 2 ലാംഗ്വേജും ഹാൻഡിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ஸோ நீங்கள் பார்க்கும்போது ஒரு வார்த்தை நீங்கள் புரிஞ்சுக்கோங்க, எனக்கு தமிழ் தெரியும் அண்ட் மலையாளம் தெரியும். நீங்கள் எப்போ வந்தாலும் கால் பண்ணிட்டு வாங்க. நம்ம இங்கே உங்களுக்காக தான் இந்த ப்ராடக்ட் இவ்வளோ வச்சிருக்கோம். சேல் பண்ணுறதுக்காக உங்களுக்கு ஹோல்சேலில் ப்ராடக்ட் வேணும்னா அது உங்களுக்கு கிடைச்சிடும். ஸோ ഇതാണ് നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി. 24/7 നിങ്ങൾക്ക് ആ നമ്പറിൽ അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ പേര് പ്രിൻസ് എന്നാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ റെഡിയാണ്. പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, അതിന്റെ ഐഡിയാസ് ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. പിന്നെ വീഡിയോ കോൾ ഓപ്ഷനും. അതെ, വീഡിയോ കോൾ ഓപ്ഷൻ വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ വീഡിയോ കോൾ ഓപ്ഷനും ഉണ്ട്. അതെ. എനിവേ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.